السلام عليكم ورحمة الله بسم الله والحمد لله أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. ഇന്ന് പരിശുദ്ധ സഫർ മാസത്തിൻ്റെ 17ാമത്തെ രാവ്, അതോടൊപ്പം തന്നെ പരിശുദ്ധ വെള്ളിയാഴ്ച രാവ് കൂടിയാണ്. വളരെയേറെ പ്രാധാന്യമുള്ള വളരെയേറെ പവിത്രമായ സമയങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വന്നത്. അള്ളാഹുവേ, നീ സ്വീകരിക്കണേ റബ്ബേ, നീ ഖബൂലാക്കണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, ഈ സമയം നമ്മൾ വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ, ഈ സമയം നമ്മൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചിട്ടില്ല എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും മോശമായി ചെലവഴിച്ചു കളയുന്ന സമയമായി പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല വേണ്ടുവോളം മുതലാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഒരുപാട് പോരിശകൾ, അതിൽ ഏറ്റവും വലിയ പോരിശ എന്താണെന്നറിയോ? ഈ സമയത്ത്, ഇന്നത്തെ ഈ രാത്രി, ഇന്നത്തെ ഈ സമയം, ഈ നിമിഷം അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും റബ്ബ് തട്ടിക്കളയൂല എന്നാണ്. അള്ളാഹുവിന് എത്രയേറെ ഇഷ്ടപ്പെട്ട സമയമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഈ പവിത്രമായ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന മഹത്തായ സൽക്കർമ്മമുണ്ട്. നമുക്കൊന്ന് ചൊല്ലാം, നമുക്കൊന്ന് പറയാം, നമുക്കൊന്ന് ചെയ്യാം. അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ പുന്നാര നബിതങ്ങളോടുള്ള സ്വലാത്ത്, നബിതങ്ങൾക്ക് വേണ്ടിയുള്ള സ്വലാത്താണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ അധികരിപ്പിക്കേണ്ടത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു തന്ന, പഠിപ്പിച്ചു തന്ന മഹത്തായ സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്ന മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന, മുത്തുനബി തങ്ങളുടെ മകളാണ്, കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ ബീവി. ആ ഫാത്തിമ ബീവി അവിടുത്തെ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന മഹത്തായ ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ സമയം, ഈ രാത്രി നമുക്ക് ചൊല്ലാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലുക. നിങ്ങൾക്കൊക്കെ അറിയുന്ന സ്വലാത്തായിരിക്കും. സ്വലാത്തുകളുടെ കൂട്ടത്തിൽ പെട്ട ഏറ്റവും ചെറിയൊരു സ്വലാത്താണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം ഇൻഷാ അല്ലാഹ്. اللهم صل على النور وأهله 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 اللهم صل على النور وأهله. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. പുന്നാര നബി തങ്ങളുടെ ദർബാറിലേക്ക്, ആ പരിശുദ്ധ മദീനയിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളെ നീ എത്തിക്കണേ അല്ലാ. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്കൊരു സമ്മാനം വെക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ദ്വാരക്കുമ്പോൾ നല്ലൊരു സമ്മാനം വെക്കണം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സമ്മാനം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു ദുആയാണ്, ഒരു ദിക്ർ നമുക്ക് ചൊല്ലാം. ഈ ദിക്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? മനസ്സറിഞ്ഞ് ഈ ദിക്ർ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ 10 തവണ ചൊല്ലുന്നവർക്ക് സ്വർഗ്ഗ കൊട്ടാരമുണ്ട് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, സ്വർഗ്ഗത്തിലെ കൊട്ടാരം. അതുപോലെ തന്നെ കൽബറിഞ്ഞ് ചൊല്ലുന്ന ആളുകളുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു നടപ്പാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു തന്ന. അതുപോലെ തന്നെ ഇത് ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചൊല്ലുന്നതെങ്കിൽ ആവശ്യം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു ദിക്ർ, നമുക്കൊക്കെ അറിയുന്ന ഒരു ദിക്റാണ്. ഏറ്റു ചൊല്ലണം. ചൊല്ലുന്ന സമയത്ത് കൽബിൽ എന്താ വേണ്ടതെന്നറിയോ? അള്ളാഹുവേ, നബിതങ്ങളാണ് ഇത് പഠിപ്പിച്ചു തന്നത്, നിന്റെ ഹബീബായ നബിതങ്ങൾ, അവിടുന്ന് കളവ് പറഞ്ഞിട്ടില്ല, പറഞ്ഞതൊക്കെ സത്യമാണ്. അപ്പോൾ നീ പറഞ്ഞതല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല നബിതങ്ങൾ, ആ നബിതങ്ങളാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. റബ്ബേ, നീ ഇത് കാരണം എൻ്റെ ഇന്ന ആവശ്യങ്ങൾ, ഏതൊക്കെയാണ് ആവശ്യങ്ങൾ, അതൊക്കെ ഓരോ ദിക്ർ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യത്തെ ദിക്ർ ചൊല്ലുന്ന സമയത്ത് റബ്ബേ, എൻ്റെ മോളുടെ കല്യാണം, എൻ്റെ മകൻ്റെ കല്യാണം, അല്ലെങ്കിൽ അവരുടെ മക്കൾ, കുടുംബം, അതുപോലെ തന്നെ ജോലി, എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, രോഗമാണോ, അത് എല്ലാം എന്താവശ്യമുണ്ടോ അതൊക്കെ കൽബിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആത്മാർത്ഥമായി ചൊല്ലണം. നല്ല ഇഖ്ലാസോടുകൂടി ചൊല്ലണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير നീ കബൂലാക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരണേ അല്ലാ. ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് റബ്ബേ, ഒരുപാട് ആവശ്യമുള്ളവരാണ്. നീ സലാമത്താക്കണേ അല്ലാ, നീ പൂർത്തീകരിച്ചു തരണേ അല്ലാ. റബ്ബേ, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ, രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ, കടങ്ങൾ തീർത്തു തരണേ അല്ലാ, ഖൈറായ ജോലി തരണേ അല്ലാ, ഖൈറായ വരുമാന മാർഗം തരണേ അല്ലാ, ഖൈറായ ദാമ്പത്യം നൽകണേ അല്ലാ, ഖൈറായ മക്കളെ നൽകണേ അല്ലാ, മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആത്മാർത്ഥമായി ദുആ ഇറക്കണം. അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രവിശാലമായ ഖജനാവുകൾ, നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറം എത്രയോ 10 മടങ്ങ്, നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റാത്തത്ര വിശാലമായ ഖജനാവുകൾ. ഒരു സൂചി എടുത്തിട്ട് കടലിലൊന്ന് മുക്കിപ്പൊക്കിയാൽ ആ സൂചിയുടെ അറ്റത്ത് എത്ര തുള്ളി വെള്ളം ഉണ്ടാകും? എത്ര ഉണ്ടാകും വെള്ളം അളവ്? ഈ വെള്ളം ഈ കടലിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കുമോ? ഒരു കുറവും സംഭവിപ്പിക്കൂല. ഇതുപോലെ നമുക്കെല്ലാവർക്കും എല്ലാം ചെയ്തു തന്നാലും ശരി, അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് ഒരു കുറവും സംഭവിക്കില്ല. ഈ തുള്ളിയുടെ വലിപ്പം പോലും കുറവുണ്ടാവില്ല. അത്രയേറെ വലിപ്പമുള്ള വിശാലമായ ഖജാനകൾ അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. അപ്പം റബ്ബാണ് നമ്മളെ ഏറ്റെടുക്കേണ്ടവൻ. അള്ളാഹുവിൻ്റെ മുഴുവൻ ഖജനാവുകളും നമുക്ക് തുറന്നു കിട്ടാൻ, അള്ളാഹുവിൻ്റെ മുഴുവൻ ഖജനാവുകളും തുറന്നു കിട്ടാൻ, സകല പ്രയാസങ്ങളുടെയും വാതിലുകൾ അടയ്ക്കാൻ, ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് മോചനം ലഭിക്കാൻ, ഇടങ്ങേറുകളിൽ നിന്ന് രക്ഷ കിട്ടാൻ, ശൈത്വാൻ്റെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ കിട്ടാൻ തുടങ്ങി നമ്മളുടെ ജീവിതം സന്തോഷമുള്ളതായി തീരാൻ പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ആ സൂറത്ത് കൊണ്ടാണ് തുടക്കം കുറിക്കുന്നത്. ബറക്കത്താണ് ഖുർആൻ കൊണ്ട് തുടക്കം കുറിക്കുക നമ്മൾ. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും അറിയുന്ന സൂറത്താണ്. ചെറിയ സൂറത്തുകളിൽപ്പെട്ട ഖുൽ എന്നതുകൊണ്ട് തുടങ്ങുന്ന, ഖുൽ ഹുവല്ലാഹു അഹദല്ല, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖല്ല, ഖുൽ അഊദു ബിറബ്ബിൻ നാസും അല്ല. പിന്നെ നമുക്കറിയുന്ന ചെറിയ സൂറത്ത് ഏതാ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതാം. 4 തവണ ആരെങ്കിലും ഖുൽ യാ അൽ കാഫിറൂൻ ഓതിക്കഴിഞ്ഞാൽ ഒരു ഖത്ം ഓതിയ കൂലി ലഭിക്കും.
നമ്മൾ ഈ ഓതുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഖത്മ് ഓതിയ കൂലി, ഖുർആൻ മുഴുവനായി ഓതി തീർത്ത കൂലിയും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ല നിയ്യത്തോട് കൂടിയിട്ട് അവിടെ ഓതേണ്ടത്. റബ്ബേ ഞങ്ങളുടെ പ്രയാസങ്ങൾ തീർത്തു തരണേ അല്ലാഹ്, ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ ഖത്മിൻ്റെ കൂലി നൽകണേ അല്ലാഹ്. ഇതൊക്കെ ഖൽബിൽ വേണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഓതാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും കൂടെ ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. റബ്ബേ ഖത്മിന്റെ കൂലി നൽകണേ അല്ലാ, ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നീക്കിത്തരണേ അല്ലാ, ടെൻഷനുകൾ മാറ്റിത്തരണേ അല്ലാ, ശൈത്താന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, ശാരീരിക മാനസിക പ്രയാസങ്ങൾ പിരിമുറുക്കങ്ങളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാ. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാ നീ ഏറ്റെടുക്കണം. നീ ഏറ്റെടുത്താൽ ഞങ്ങളെ ഏറ്റെടുക്കാൻ വേറൊരാളുടെയും ആവശ്യമില്ല. നീ ഞങ്ങൾക്ക് അത്താണിയാകണം റബ്ബേ. നമ്മൾ ഈ ഓതിയ ഖുർആനിന്റെ കൂടെ ഇൻഷാ അല്ലാഹ് ഇന്നൊരു ഇസ്മു കൂടെ നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. ഈ ഇസ്മിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ചെറിയ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ഇസ്മ, പറഞ്ഞിട്ടുണ്ട് ഈ ഇസ്മുൽ അഅ്ലമാകാൻ സാധ്യത ഏറെയുള്ള ഇസ്മുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇസ്മുൽ അഅ്ലമാകാൻ, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഇസ്മാകാൻ സാധ്യത ഏറെയുള്ള ഇസ്മാണ് ഈ ചൊല്ലാൻ പോകുന്ന ഇസ്മ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിൽ കരുതി നല്ല നിയ്യത്തിൽ റബ്ബേ എൻ്റെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് തരണം റബ്ബേ എന്ന നല്ല നിയ്യത്തോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. ഈ ചൊല്ലലോട് കൂടിയിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറി കിട്ടണം, പ്രയാസങ്ങളൊക്കെ നീങ്ങി കിട്ടണം, കടബാധ്യതകളൊക്കെ തീർന്നു കിട്ടണം, വിവാഹം ശരിയാകണം, മക്കളെ ലഭിക്കണം, ജോലി കിട്ടണം, കച്ചവടങ്ങൾ റാഹത്തിലാകണം, തുടങ്ങി എന്തൊക്കെയുണ്ട് അതൊക്കെ റാഹത്തായി കിട്ടണം ഇൻഷാ അല്ലാഹ്. അത് നല്ല, നിങ്ങൾ എന്താണോ ആവശ്യം അത് കൽബിൽ കരുതിക്കൊണ്ട് ചൊല്ലണം. ഓരോ ഇസ്മ ചൊല്ലുമ്പോഴും നമ്മുടെ കൽബിൽ ആ ചിന്ത വേണം ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ പേരാണ് ഈ വിളിക്കുന്നത്, അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് ഈ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിളിക്കുമ്പോൾ നല്ല ചിന്തയോടുകൂടി വിളിക്കുക ഇൻഷാ അല്ലാഹ്. യാ സ്വമദു യാ അല്ലാഹ്, 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 യാ സമദു 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 യാ അല്ലാഹ്,
യാ സമദു യാ അല്ലാഹ്, യാ സമദു യാ അല്ലാഹ്. സമദായ റബ്ബേ, നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ, നീ ഞങ്ങൾക്ക് അത്താണിയാകണേ അല്ലാ, നീ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് നൽകണേ അല്ലാ. നീ ഞങ്ങളെ ഏറ്റെടുത്താൽ ഞങ്ങൾക്ക് വേറൊരു അത്താണി വേണ്ട റബ്ബേ. നീ ഞങ്ങളെ ഏറ്റെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ആരൊക്കെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കതൊന്നും ശരിയാകൂല, ഞങ്ങൾക്കതൊന്നും മുതലാകൂല, ഞങ്ങൾക്കതൊന്നും കൊണ്ട് പരിഹാരമാകില്ല അല്ലാ. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ റബ്ബേ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവിനോട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ ദുആ ഇറക്കുന്ന സമയത്ത് ഒരു 3 ഇദാ ജാഅ നസ്റുല്ലാഹ് ഓതിയിട്ട് ദുആ ഇറക്കുക. വലിയ ഫതഹ് ഉണ്ടാകും, വലിയ ഇജാബത്തുണ്ട്, നമ്മുടെ ദുആയ്ക്ക് വലിയ ഉത്തരം ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരാണ്. നമ്മുടെ കണ്ണും കൊണ്ടും കാതുകൊണ്ടും ചെവി കൊണ്ടും അതുപോലെ നമ്മുടെ നാവ് കൊണ്ടും ഒക്കെ കൈകാലുകൾ കൊണ്ടൊക്കെ നമ്മൾ പോലും അറിയാതെ പല പാപങ്ങളും വന്നുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം മാപ്പ് നൽകുമാറാകട്ടെ. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഈ പാപങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം, ഒന്ന് ശുദ്ധിയാക്കണം, റബ്ബിനോട് നമുക്ക് ദുആ ഇറക്കണം. ഏറ്റവും വലിയ ഇബാദത്താണ് ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്നുള്ളത്. അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക, അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുക, അത് വലിയ പവറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി തങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. മറ്റൊരു ഹദീസിൽ കാണാം 70-ൽ കൂടുതൽ തവണ മുത്തുനബി തങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. എന്തിനാ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്? നമ്മുടെ പാപം പൊറുക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാപമില്ലാത്ത ആളല്ലേ നബി തങ്ങൾ? പിന്നെ എന്തിനാ നബി തങ്ങൾ ചൊല്ലിയത്? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യുർസിലി സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് നല്ല മഴ കിട്ടാനത് കാരണമാവും. നല്ല മഴ, ഷർറായ മഴയല്ല, മുസീബത്തുണ്ടാക്കുന്ന, ഭൂകമ്പം ഉണ്ടാക്കുന്ന, ഉരുൾപൊട്ടലുണ്ടാക്കുന്ന, വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന മഴയല്ല, മറിച്ച് ഖൈറായ മഴ കിട്ടാനത് കാരണമായി തീരും. വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ, നിങ്ങളുടെ തോട്ടങ്ങളും നിങ്ങളുടെ പുഴകളും അരുവികളും ഒക്കെ റാഹത്തായി ഒഴുകാൻ പറ്റിയ, റാഹത്തായി ഫലഭൂഷ്ടമുള്ള തോട്ടങ്ങൾ ലഭിക്കാൻ, കൃഷിയിടങ്ങൾ ലഭിക്കാൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സന്താനങ്ങൾ ലഭിക്കാൻ, നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കാനൊക്കെ കാരണമായി തീരും. അപ്പോൾ നമ്മുടെ പാപം പൊറുക്കുക എന്ന ഉദ്ദേശം മാത്രമല്ല നമുക്കുള്ളത്. നമ്മുടെ പാപം പൊറുക്കുക എന്നുള്ളത് ഒന്നാമത്തെ പടി, നമ്മുടെ പാപം പൊറുക്കണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ നമുക്ക് തുറന്നു കിട്ടണം. ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ നമ്മുടെ കൽബിൽ നല്ല ചിന്ത വേണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം കുറച്ച് ഇസ്തിഗ്ഫാർ. എന്താണ് ഈ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ കൽബിൽ വേണ്ടത്? അള്ളാഹുവേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ചൊല്ലുന്നത്. റബ്ബേ, എൻ്റെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ. നമ്മൾ ഓരോ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോഴും നമ്മുടെ കൽബിൽ അതാണ് കരുതേണ്ടത്. റബ്ബേ, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്, എനിക്ക് നീ ഖൈറാത്തുകൾ നൽകണേ അല്ലാഹ്, സമ്പാദ്യം നൽകണേ റബ്ബേ, ഖൈറായ മഴ നൽകണേ അല്ലാഹ്, മുസീബത്തുകളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, എനിക്ക് വേണ്ടതൊക്കെ വേണ്ട സമയത്ത് നൽകണേ. ഈ നല്ല നീയത്തോടു കൂടിയിട്ടാവണം നമ്മൾ ചൊല്ലേണ്ടത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം,
അസ്തഗ്ഫിറുല്ലാഹൽ അദീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ മാപ്പ് ചെയ്യണേ റഹ്മാനേ. സാധുക്കളായ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സകല വീഴ്ചകളും നീ പരിഹരിക്കണേ അല്ലാ. നിന്റെ വിശാലമായ ഖജനാവുകൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരിൽ, ഭർത്താക്കന്മാരിൽ, മക്കളിൽ, മാതാപിതാക്കളിൽ, വീടുകളിൽ, വാഹനങ്ങളിൽ, തൊഴിലുകളിൽ, ബിസിനസ്സുകളിൽ, പഠനങ്ങളിൽ, റബ്ബേ, ഞങ്ങളുടെ സകല മേഖലകളിലും നീ ഖൈറും ബറക്കത്തും ചെയ്തു തരണേ അല്ലാ. സകല ശർറുകളെയും നീ തട്ടിമാറ്റണേ റബ്ബേ. അള്ളാഹു തൗഫീഖ് നൽകുമാറാട്ടെ. ജീവിതത്തിൽ ഒരുപാട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് കണക്കാക്കിയിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. നമുക്ക് ഖൈറും ഷർറും റബ്ബാണ് നൽകുന്നത്. നമ്മൾ റബ്ബിനോട് നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് അടുപ്പിച്ചു തരാൻ ചോദിക്കണം. അള്ളാഹുവെ, ഖൈറാത്തുകൾ ഞങ്ങൾക്ക് നീ അടുപ്പിച്ച് നൽകണേ. എന്നാൽ ഖൈറ് ചെയ്യാൻ നമുക്ക് ആവതുണ്ടോ? നമുക്ക് സ്വന്തമായിട്ട് വല്ല കഴിവുണ്ടോ? നല്ലത് ചെയ്യാൻ, നല്ലത് മാത്രം ചെയ്യാൻ നമുക്ക് സ്വന്തമായിട്ട് കഴിവൊന്നുമില്ല. റബ്ബ് നൽകണം. അപ്പം റബ്ബിനോട് നമുക്ക് കഴിവ് നൽകാൻ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകാൻ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ, വാതിലുകൾ നമ്മളിലേക്ക് തുറന്നു കിട്ടാൻ, അവൻ നമുക്ക് സഹായിയാകാൻ നമ്മൾ എന്ത് ചെയ്യണം? റബ്ബിനെ വിളിക്കണം, അള്ളാഹുവിനോട് ചോദിക്കണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ ചോദിക്കാൻ പറ്റിയ ഒരു ദുആ, ഒരു ദിക്ർ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൂടെ ചൊല്ലിയിട്ട് മുത്തുനബി തങ്ങളുടെ മദ്ഹ് ചൊല്ലി നമുക്ക് ദുആ ഇറക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതാണ് ആ ദുആ? ഏതാണ് ദിക്ർ? നമുക്കൊക്കെ അറിയാം. ഏറ്റു ചൊല്ലണം ഇൻഷാ അല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ العظيم. لا حول ولا قوة إلا بالله العلي 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 العظيم. لا حول ولا قوة إلا بالله العلي
العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് കണക്കാക്കിയതിൽ ഖൈറായ കാര്യങ്ങൾ മാത്രം ഞങ്ങളിലേക്ക് അടുപ്പിച്ചു നൽകണേ അല്ലാ. നബിതങ്ങളെ കാണാനുള്ള മഹാഭാഗ്യം ദുനിയാവിൽ വെച്ച് കിട്ടണോ, മരണസമയത്ത് മുത്തുനബിതങ്ങളുടെ മുഖം കണ്ട് മരണപ്പെടണോ, അതുപോലെ തന്നെ നാളെ മഹ്ശറിൽ ചെന്നു നിൽക്കുന്ന സമയത്ത് ആ പുന്നാര നബിതങ്ങളുടെ ഷഫാഅത്ത് ശുപാർശ ലഭിക്കണോ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന വളരെ മഹത്തായ ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ചൊല്ലാം. നിങ്ങളൊക്കെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, കൂടെ ചൊല്ലണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. പുന്നാര നബി തങ്ങളുടെ പൂമുഖം കാണാതെ ഞങ്ങളെ നീ യാത്രയാക്കല്ലേ അല്ലാ. എല്ലാ ദിവസങ്ങളിലും നമ്മൾ കൊണ്ട് നടക്കേണ്ട ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത് ചൊല്ലുന്നത്. എന്താണ് ഈ ദിക്റിന്റെ പ്രത്യേകത എന്നറിയുമോ? മഹാന്മാരായ പ്രവാചകന്മാർ ചൊല്ലിയ ദിക്റാണ്, പ്രവാചകന്മാർ ചൊല്ലിയതാണ്. പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയ മഹത്തായ അതിശ്രേഷ്ഠമായ ഒരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ മേഖലകളിൽ ഏത് മേഖലയിലും എന്ത് പ്രയാസം വന്നാലും ഈ ദിക്ർ ചൊല്ലിയാൽ മതിയെന്ന്. എത്ര വലിയ കുടുസുള്ള പ്രയാസമുള്ള പ്രശ്നങ്ങളും ടെൻഷനിലുമാണ് നിങ്ങളെങ്കിലും ശരി, നിങ്ങളുടെ ടെൻഷനും പ്രയാസവും ഒക്കെ മഞ്ഞുരുകുന്നത് പോലെ ഉരുക്കിക്കളയാൻ ഈ ദിക്ർ ചൊല്ലിയാൽ മതി.
നോക്കുങ്ങൾ, നബി തങ്ങൾ അത്രയേറെ ഉറപ്പോടുകൂടി പറഞ്ഞു തന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാറില്ല പലപ്പോഴും. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമുക്ക് ചൊല്ലാം. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഏറ്റവും മഹത്തായ ഒരു ദിക്ർ, അവിടുന്ന് ചെയ്ത ദുആയുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു ദുആ ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടെ ചെല്ലാം. നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പവർ എത്രയെന്നറിയോ? ഇതിൻ്റെ പവർ എത്രയുണ്ടെന്നറിയോ? നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യം നമ്മൾ മുൻനിർത്തിയിട്ട് റബ്ബിൻ്റെ മുമ്പിൽ ഈ ദിക്ർ ചൊല്ലി എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് അത്രയേറെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവേ എൻ്റെ ഈ പ്രശ്നം നീ പരിഹരിച്ച് നൽകണം അല്ലാ, എൻ്റെ ഈ വിഷമം നീ തീർത്തു തരണേ അല്ലാ. ആ പ്രയാസം പിന്നെ നോക്കിയേ വേണ്ട, അത് പരിഹരിച്ച് കിട്ടുക തന്നെ ചെയ്യും. എത്ര വലിയ മല പോലെയുള്ളതാണെങ്കിലും ശരി, എത്ര വലിയ ടെൻഷൻ അടുപ്പിക്കുന്നതാണെങ്കിലും ശരി, ആ പ്രയാസം പറ്റെ തീർന്നു കിട്ടുന്നതാണ് ഇൻഷാ അല്ലാഹ്. എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരുമാറാകട്ടെ. ഏതാണ് ആ ദിക്ർ? മഹാന്മാർ ചൊല്ലിയ, അമ്പിയാക്കൾ ചൊല്ലിയ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന, മുത്തുനബി തങ്ങൾ നിങ്ങൾ ഒരുപാട് ചൊല്ലണേ എന്ന് പഠിപ്പിച്ചു തന്ന ആ ദിക്ർ ഇൻഷാ അല്ലാഹ് ഒന്ന് കൂടെ ചൊല്ലിക്കൂടെ? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. ഞങ്ങൾ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങൾ നിൻ്റെ പാവങ്ങളായ അടിമകളാണല്ലോ റഹ്മാനെ. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് നമ്മൾ അവൻ്റെ അടിമയാണ് എന്ന് പറയുന്നത്. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹു നമ്മുടെ റബ്ബാണ്. അള്ളാഹുവിനെ റബ്ബേ എന്ന് വിളിക്കൽ, യജമാനനായ റബ്ബിനെ അള്ളാഹ് നീ റബ്ബേ അള്ളാഹുവേ എന്നൊക്കെ വിളിക്കൽ റബ്ബിന് വലിയ ഇഷ്ടമാണ്. നമുക്ക് പക്ഷേ വിളിക്കാൻ സമയമില്ല. എന്ത് കാരണം? റബ്ബിനെ പറ്റി ഒരു പേടി, നമ്മുടെ ഖൽബിൽ അള്ളാഹുവിനെ പറ്റി ഒരു ചിന്തയില്ലാത്തതുകൊണ്ടാണ്. നമ്മളൊക്കെ എത്രയോ തെറ്റ് ചെയ്തിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റൊക്കെ മറച്ചു വെക്കണില്ലേ? അള്ളാഹു എത്ര വലിയ കാരുണ്യവാനാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റൊക്കെ അള്ളാഹു മറച്ചു വെക്കണുണ്ടല്ലോ. നമ്മൾ ചെയ്യുന്ന തെറ്റൊക്കെ പുറമെ കാണുകയായിരുന്നെങ്കിൽ, മറ്റുള്ളവരെ അറിയുകയായിരുന്നെങ്കിൽ എത്ര നികൃഷ്ടനായിരിക്കും നമ്മളൊക്കെ. നമ്മുടെ ജീവിതമൊക്കെ എത്ര മോശത്തരമായിരിക്കും. അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. എന്നെങ്കിലും ഒരു ദിവസം ഈ ലോകം വിട്ട് നമ്മൾ പോകേണ്ടി വരും. നമ്മൾ ചെന്ന് കിടക്കേണ്ട ഖബറുണ്ടല്ലോ, നമ്മൾ കിടക്കേണ്ട ഖബർ 6 അടി മണ്ണിൽ ആരോരുമില്ലാത്ത ആ മണ്ണറയിൽ നമ്മൾ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരും. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാണസ്മാനാ. സമ്പാദ്യ മുതലിൽ
നിന്ന് മൂന്നക്ഫാന, അതുമാത്രമല്ല അതിലെപ്പോഴും വഹദാന. മണ്ണിൻ്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരു ഭിത്തിയാണതിനുള്ളത്. ചിതലും പുഴുക്കൾ താവളം പേരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ചിതലും പുഴുക്കളും അടങ്ങിയ ആ മണ്ണറ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ അവിടേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ലൈറ്റോ വെളിച്ചമോ ഫാനോ AC-യോ ഒന്നുമില്ല. രണ്ട് ഇരുൾമുറ്റിയ രണ്ട് മതിലുകൾക്കിടയിൽ 6 അടി മണ്ണിൽ നമ്മയും വെച്ച് മൂടുകല്ല് വെച്ച് എല്ലാവരും പിരിഞ്ഞു പോകുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് നമുക്ക് കൂട്ടായിട്ട്, നമുക്ക് വെളിച്ചമായിട്ട്, നമുക്ക് എയർ കണ്ടീഷനായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ദിക്റും ദുആയും ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള അവസരം ദുനിയാവിൽ വെച്ച് നൽകുകയാണ്. എന്ത്? നിങ്ങളുടെ ഖബറിലേക്കുള്ള വെളിച്ചം നിങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കണം. നിങ്ങളുടെ ഖബറിലേക്കുള്ള ഫാനും ലൈറ്റും നിങ്ങൾ ഇവിടുന്ന് സൃഷ്ടിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. നിങ്ങളുടെ ഖബറിലേക്കുള്ള എയർ കണ്ടീഷൻ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് വേണം അവിടേക്ക് പോകാൻ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ പൊട്ടിക്കരയുമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിൽ പറയുന്നുണ്ട് സ്വഹാബത്ത്. അവിടുത്തെ നീളമുള്ള താടി രോമത്തിലൂടെ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുമായിരുന്നു, കണ്ണീർ തുള്ളികൾ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ, ഖബർ എന്ന് കേൾക്കുമ്പോൾ, ഖബർ കാണുമ്പോൾ തങ്ങൾ എന്താണ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? മഹ്ശറിനെ പറ്റി പറയുമ്പോഴോ, നരകത്തെ പറ്റി പറയുമ്പോഴോ, അള്ളാഹുവിന്റെ വലിയ അദാബുകൾ പറയുമ്പോഴോ തങ്ങൾക്ക് ഈ കരച്ചിലു കാണാറില്ലല്ലോ, ഇത്രയേറെ വിഷമിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. ഖബർ കാണുമ്പോൾ എന്തിനാണ് തങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ മറുപടി, അല്ലയോ സ്വഹാബ, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഈ കിടക്കുന്ന ഖബറുണ്ടല്ലോ, ഈ പോകാനുള്ള ഖബർ, ഈ ഉസ്മാനും മരണപ്പെട്ടാൽ ഉസ്മാനും പോകേണ്ട ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ വീടാണ് ഈ വീട്, ഈ ഖബർ. ആരെങ്കിലും ഒരാൾ ഈ ഖബറിൽ അങ്ങ് രക്ഷപ്പെട്ടാൽ ആഖിറം മുഴുവൻ അയാൾ രക്ഷപ്പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആരെങ്കിലും ഒരാൾ, കേൾക്കണേ, ആരെങ്കിലും ഒരാൾ ഈ ഖബറിലെങ്ങാനും പിടിച്ചു നിർത്തപ്പെട്ടാൽ ബാക്കിയുള്ള ജീവിതം മുഴുവൻ അവൻ പരാജയപ്പെടുമേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ തങ്ങൾ ഇത് പറഞ്ഞിട്ട് കരയുക. ഖബർ രക്ഷപ്പെട്ടു കിട്ടാൻ, ആഖിറം രക്ഷപ്പെട്ടു കിട്ടാൻ, അതുപോലെ നരകത്തെ തൊട്ട് കാവൽ തേടാനൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് എപ്പോഴും ചെയ്തിരുന്ന ഒരു ദുആ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ചൊല്ലാം. നമുക്ക് ആ ദുആ ഒന്ന് ചെയ്യാം. കാരണം എന്തേ? മുത്തുനബി തങ്ങൾ എപ്പോഴും ചെയ്യുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ ജീവിതകാലം മുഴുവൻ ചെയ്യണ്ടേ? അവിടുന്ന് ചെയ്തതിനേക്കാൾ എത്രയോ കൂടുതൽ നമ്മൾ ചെയ്യണം. കാരണം നബി തങ്ങൾ ഒരു പാപവും ചെയ്യാത്തവരാണ്. അവിടുത്തേക്ക് ഒരു പേടിയും വേണ്ട. പക്ഷേ അവിടുന്ന് എപ്പോഴും കാവൽ തേടുമായിരുന്നു, അവിടുന്ന് എപ്പോഴും ദുആ ഇറക്കുമായിരുന്നു. നമുക്കും ഇൻഷാ അല്ലാഹ് ആ ദുആ ഒന്ന് ഏറ്റുചൊല്ലാം. ചൊല്ലിക്കോളി ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൻ നാർ വഫിത്നത്തിൻ നാർ വഫിത്നത്തിൽ ഖബർ വഅദാബിൽ ഖബർ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൻ നാർ വഫിത്നത്തിൻ നാർ വഫിത്നത്തിൽ ഖബർ വഅദാബിൽ ഖബർ. അല്ലാഹുമ്മ ഇന്നി أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر. اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر. اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر. اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر. اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر. اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر. اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر
وعذاب القبر اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار وفتنة النار وفتنة القبر وعذاب القبر اللهم إني أعوذ بك من عذاب النار അല്ലാഹുവേ നരകത്തിന്റെ അദാബിനെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ നിന്നോട് ഞാൻ കാവൽ തേടുന്നു റബ്ബേ വഫിത്നത്തിന്നാർ നരകത്തിന്റെ ഫിത്നയെ തൊട്ട് കാവൽ തേടുന്നു അല്ലാ വഫിത്നത്തിൽ ഖബർ ഖബറിന്റെ ഫിത്നയെ തൊട്ട് കാവൽ തേടുന്നു അല്ലാ വഅദാബിൽ ഖബർ ഖബറിന്റെ അദാബിനെ തൊട്ട് കാവൽ തേടുന്നു അല്ലാ ഈ ആശയം വരുന്ന ദിക്റാണ് ദുആയാണ് നമ്മൾ ചൊല്ലിയത്. അപ്പോൾ ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് എപ്പോഴും ചൊല്ലാനുള്ളതാ, എപ്പോഴും നമ്മൾ ചൊല്ലണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫിത്നകളൊക്കെ നമുക്ക് മാറിക്കിട്ടണം, നമ്മൾ രക്ഷപ്പെടണം. നാളെ രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുവോളം നമുക്ക് ബേജാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഫാത്തിഹ ഓതി ഇഖ്ലാസ് മുഅവ്വിദതൈൻ ഓതി ദുആ ഇറക്കാം. ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മളിൽ നിന്നൊക്കെ മൺമറഞ്ഞു പോയ നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ ആരൊക്കെ ഉണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ആ ഹലറാത്തിലേക്ക്, അർവാഹിലേക്ക് നമ്മൾ ഈ ഓതുന്നതിൻ്റെ ചൊല്ലിയതിൻ്റെ ഒക്കെ മിസ്ല സവാബ് എത്തിച്ചു കൊടുക്കുമാറാട്ടെ. അപ്പം എല്ലാവരെയും മനസ്സിൽ കരുതിക്കൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഫലസ്തീനിലെ മുഅ്മിനീങ്ങളായ മക്കൾ, അതുപോലെ തന്നെ നമ്മുടെ വയനാട് ഈ അടുത്ത ദിവസം മൺമറഞ്ഞുപോയ മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവരെയും കൽബിൽ കരുതിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിട പറഞ്ഞ് നമ്മുടെ പള്ളി പരിസരങ്ങളിലൊക്കെ അന്തിയുറങ്ങുന്ന നമ്മുടെ മുന്നോറുകളായവർ അവരൊക്കെ ഖബറിൽ ഒറ്റയ്ക്കാണ്. അവർക്ക് ആരുമില്ല കൂട്ടിന്. അപ്പോൾ അവരിലേക്ക് നമുക്ക് ഈ ഹദിയകൾ എത്തിച്ചു കൊടുത്താൽ നാളെ നമുക്കും ഖബറിൽ കിടക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഓതും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ എല്ലാ മരണപ്പെട്ട മുഅ്മിനീങ്ങളെയും കൽബിൽ കരുതിക്കൊണ്ട് അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أوصل اللهم ثواب قراءتنا وبركة دعائنا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين غفاراയ ഖാലിഖായ റാസിഖായ ലത്തീഫായ റഹ്മാനെ സാധുക്കളായ ഞങ്ങളെ നീ സ്വീകരിക്കണം
സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയ ഖുർആൻ നീ കബൂലാക്കണേ അല്ലാ. ചൊല്ലിയ തഹ്ലീലുകൾ, സ്വലവാത്തുകൾ, ഇസ്തിഗ്ഫാറുകൾ, മദ്ഹുകൾ, മനാഖിബുകൾ എല്ലാം നീ കബൂലാക്കണേ അല്ലാ. പുന്നാര നബി തങ്ങളുടെ ദർബാറിലേക്ക് ഞങ്ങളുടെ മജ്ലിസ് നീ കാണിക്കണേ അല്ലാ. അവിടുന്ന് പൊരുത്തപ്പെടുന്ന ഉമ്മത്തികൾ ഞങ്ങളെയൊക്കെ നീ ചേർത്തു തരണേ റഹ്മാനെ. അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അവിടുത്തെ തിരുനോട്ടം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, ഭർത്താക്കന്മാർ, വീട്, വാഹനങ്ങൾ, തൊഴിലുകൾ, ബിസിനസ്സുകൾ, പഠനങ്ങൾ, റബ്ബേ, ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ മേഖലകളും ഞങ്ങളുടെ സംരംഭങ്ങളെല്ലാം നീ വിജയത്തിലും ഫതഹിലും ബറക്കത്തിലുമാക്കണേ അല്ലാ. ഞങ്ങളുടെയൊക്കെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ. ദോഷങ്ങൾ മാപ്പ് ചെയ്യണേ അല്ലാ. രോഗികളുണ്ട് റബ്ബേ, ശമനം നൽകണേ അല്ലാ. എത്രയോ മുഅ്മിനീങ്ങൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഉമ്മമാർ, സഹോദരങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും ശമനം നൽകണേ അല്ലാ. കടബാധ്യതകൾ തീർത്തു തരണേ റഹ്മാനെ. വിഷമങ്ങൾ മാറ്റണേ അല്ലാ. സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ജോലി സംബന്ധമായ മുഴുവൻ വിഷയങ്ങളും വിഷമങ്ങളും തീർത്തു തരണേ അല്ലാ. സാമ്പത്തികമായ സകല ടെൻഷനുകളും മാറ്റിത്തരണേ അല്ലാ. ശാരീരികമായ സകല ബുദ്ധിമുട്ടുകളും നീക്കണേ അല്ലാ. കുടുംബപരമായ സകല ഇടങ്ങേറുകളും പരിഹരിക്കണേ റഹ്മാനെ. റബ്ബേ, ദാമ്പത്യ ജീവിതം ഖൈറിലാക്കണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ഖൈറായ ഇണകളെ നൽകണേ അല്ലാ. ഖൈറായ സന്താനങ്ങളെ നൽകണേ അല്ലാ. ഇരുലോകത്തും ഉപകരിക്കുന്നവരാക്കി തരണേ റഹ്മാനെ. ദുആ വസിയ്യത്ത് ചെയ്ത മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ റബ്ബേ, അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവരുടെ എല്ലാ കാര്യങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളാണ്. എല്ലാം നീ സലാമത്താക്കണേ റബ്ബേ. റബ്ബേ, ഞങ്ങൾ മൺമറഞ്ഞു പോയ ഞങ്ങളുടെ ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, ഈ അടുത്തൊക്കെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ, ദുരന്തങ്ങളിൽ പെട്ട് മൺമറഞ്ഞു പോയ മുഅ്മിനീകൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. ഖബർ രക്ഷപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ. റബ്ബേ, സലാമത്ത് നൽകണേ അല്ലാ. ഖബർ സ്വർഗമാക്കണേ അല്ലാ. നാളെ മരിച്ച് ഞങ്ങളും മാറടി മണ്ണിൽ കിടക്കുന്ന സമയം ഞങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കുന്ന നല്ല മക്കളെ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകിയ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കണേ അല്ലാ. റബ്ബേ, മുത്തുനബി തങ്ങൾ നിന്നോട് ചോദിച്ച സകല ഖൈറാത്തുകളെയും ഞങ്ങൾ ചോദിക്കുന്നു റഹ്മാനെ. കാവൽ തേടിയ മുഴുവൻ ശർറ്, ബലാ, മുസീബാത്തുകളിൽ നിന്നും ഞങ്ങൾ കാവൽ തേടുന്നു അല്ലാ. ഞങ്ങളുടെ ജീവിതം ഖൈറിലാക്കണേ റഹ്മാനെ. മരണവും ഖൈറിലാക്കണേ അല്ലാ. നാളെ മഹ്ശറിൽ വരുമ്പോൾ റബ്ബേ, നിന്റെ സ്വാലിഹീകളോടൊപ്പം ഞങ്ങളെ നീ ചേർത്ത് തരണേ അല്ലാ. അവസാനം ഈ താഴ്ന്ന ദുനിയാവിൽ നിന്ന് ഞങ്ങളൊക്കെ യാത്ര പറയുന്ന സമയം കാമിലായ ഈമാനോടെ മുത്തുനബി തങ്ങളുടെ മുനവ്വറായ വജ്ഹ് കണ്ട് ആഖിബത്ത് നന്നായി പരിശുദ്ധ കലിമത്തു തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് യാത്ര പറയാൻ നീ ആവതാക്കണേ അല്ലാ. ആ നബി തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ ഒന്ന് ഒരുമിച്ച് കൂട്ടിത്തരണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല സയ്യിദനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ, ഇൻഷാ അല്ലാഹ് നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കണം. ദുആ ഇറക്കാൻ നമുക്കൊക്കെ ഒരുമിച്ച് നിങ്ങളുടെ ആമീൻ കൊണ്ട് നമ്മുടെ ദുആക്ക് ഇജാബത്ത് ലഭിക്കണം എന്ന പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടുന്നത്. അല്ലാഹുവെ സ്വീകരിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കണം. എല്ലാ മജ്ലിസുകളിലും നിങ്ങൾ പങ്കെടുക്കണം. അല്ലാഹു നമ്മുടെയൊക്കെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ കണ്ടുമുട്ടാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.